ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊച്ചു ട്രീ ആണ്. അപ്പോൾ ഈ വയേഴ്സും ഈ പ്ലെയറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ വൂളൻ ത്രെഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ ഈ വയറിൻ്റെ സ്ലീവ് നമ്മൾ കളയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ സ്ട്രാൻഡ്, ഈ കോപ്പർ സ്ട്രാൻഡ് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു ട്രീയുടെ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കോപ്പർ സ്ട്രാൻഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ സ്ലീവ് കളഞ്ഞിട്ടുള്ള കോപ്പർ സ്ട്രാൻഡ് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പിരിച്ച് നമ്മൾ ഒരു വുഡിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ്. അതായത് വുഡിൻ്റെ ബേസ് നമ്മൾ ഇപ്പോൾ ശിഖരങ്ങൾ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ അതിൻ്റെ ബേസ് നമ്മൾ ആക്കിയെടുക്കുകയാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഗ്രീൻ കളറുള്ള വൂളൻ ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സിൽ ഇതുപോലെ, ഫിംഗേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അളവിൽ ഇത് വേണമെങ്കിൽ ആ അളവിലേക്ക് നിങ്ങൾക്ക് ഇത് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ചുറ്റിയിട്ടുള്ളൂ, നമ്മൾ എണ്ണിയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് എടുക്കുക. ഒരുപാടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബോറായിരിക്കും ചിലപ്പം. അപ്പം ഇത്ര മതി, എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഇത്ര മതിയായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ട്രീയിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ നേരത്തെ എടുത്ത സ്ട്രാൻഡ് കുറച്ച് കുറവായി പോയോ എന്ന് എനിക്കൊരു സംശയം ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ സ്ട്രാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും കുറച്ച് ഒന്ന് തടി കൂട്ടണമെന്ന് തോന്നിയപ്പോൾ ഞാൻ സ്ട്രാൻഡ് കുറച്ചുകൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ രണ്ട് സ്ട്രാൻഡ് കുറച്ചിങ്ങനെ പുറത്തേക്ക് ആക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ റൗണ്ട് ചെയ്ത് ഇറക്കി വെച്ചിട്ട്, ഈ റൗണ്ട് ചെയ്ത് നമ്മൾ കെട്ടണം കേട്ടോ. അത് കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഫുള്ള് കണക്ഷൻ പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് അത് കെട്ടുക. അത് കെട്ടിയതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡിലൂടെ ഇങ്ങനെ പിരിച്ചെടുത്തതിന് ശേഷം ഈ സ്ട്രാൻഡുകൾ തമ്മിൽ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ട്രീ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ വൂളൻ ത്രെഡിൽ ഉണ്ടായിരുന്ന ആ കണക്ഷൻ ഉണ്ടല്ലോ, അവരെ കമ്പനി കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ നമ്മൾ വിടിപ്പിക്കുകയാണ്. അപ്പോൾ അത് നൂല് പോലെ നമുക്ക് അത് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. വൂളൻ ത്രെഡിൽ നമ്മൾ ചീർപ്പ് കൊണ്ട് ഇരിഞ്ഞെടുത്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കുറച്ച് നീളം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് കുറേ ഭാഗങ്ങൾ നീളം കൂടുതലായതിനെ കൊണ്ട് തന്നെ അത് ബോറായിരിക്കും. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാണ്. ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു കാലിയായ ബോട്ടിൽ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആസ്ട്രോപാരിസ് ഒഴിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രീ അതിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ്.
അതിൻ്റെ താഴ്ഭാഗത്തൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലോക്കാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധനം അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാനാണ്. അതായത് ഈ ഫാബ്രിക് പെയിൻറ്റിൻ്റെ കുപ്പി നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. യെസ്, അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ടേക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.